Hello students, welcome to Blueberry EduTech. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ക്ലാസ് 12 ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ്. സോ എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ, ചാർജ് ഈസ് എ material property. Charge is a material property. So അതൊരു പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രോപ്പർട്ടിയാണ്? മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ എല്ലാ മെറ്റീരിയൽസിനും ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. സോ ആ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ, ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് അൺചാർജ്ഡ് മെറ്റീരിയൽസ്. ഇനി ഏതൊക്കെ പാർട്ടിക്കിൾസിനാണ് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത്? സോ എക്സാമ്പിൾസ്: പ്രോട്ടോണിന് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇലക്ട്രോണിന് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതേസമയം നമ്മൾ ന്യൂട്രോൺ എടുക്കുവാണെങ്കിൽ അതിന് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, സോ ന്യൂട്രോൺ ഒരു അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇനി ഈ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ മെഷർ ചെയ്യാവുന്ന ഏത് ക്വാണ്ടിറ്റിക്കും നമുക്ക് യൂണിറ്റ് പറയാം. സോ അതുകൊണ്ട് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. സിമ്പിൾ സി ആണ്. ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി, അതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണ്ട. കാരണം വെക്ടർ ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഡയറക്ഷൻ പറയുന്നത്, സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ചാർജസ്. സോ രണ്ട് ടൈപ്പ് ചാർജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ചാർജ് ആൻഡ് സെക്കൻഡ് വൺ നെഗറ്റീവ് ചാർജ്. ഇനി പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. മനസ്സിലാക്കുക, പ്രോട്ടോണിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ആണ് പറയുന്നത്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ചാർജ് ഓഫ് എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോൺ എടുത്താൽ അതിൽ എത്ര ചാർജ് ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁻⁹ കൂളംബ്. അതേപോലെ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഒരു സിംഗിൾ ഇലക്ട്രോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? അതും മാഗ്നിറ്റ്യൂഡ് 1.6 into 10⁻⁻⁹ ആണ്. പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും, കാരണം ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആണ്. സോ -1.6 into 10⁻⁻⁹ കൂളംബ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ചാർജിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്.